അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 വീഡിയോയിലും കിൽത്താൻ ദ്വീപിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഇനി മനോഹരമായ ഈ കിൽത്താൻ ദ്വീപിൽ നിന്ന് ചെത്തിലാത്ത് ദ്വീപിലേക്കുള്ള യാത്രയാണ്. കിൽത്താൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ടതുപോലെ മനോഹരവും പ്രകൃതി രമണീയവുമായ ഒരു കൊച്ചു തുരുത്താണ്. ചെറിയ പൊന്നാനി എന്ന് വിളിപ്പേരുള്ള ഈ ദ്വീപ് മലബാറിലെ മക്ക എന്ന് പൊന്നാനി നഗരം അറിയപ്പെടുന്ന അതേ കാരണങ്ങളാൽ തന്നെയാണ് ലക്ഷദ്വീപിലെ ചെറിയ പൊന്നാനി എന്ന പേരിൽ കിൽത്താൻ ദ്വീപ് അറിയപ്പെടുന്നത്. ഇൽമും തഖ്വയും സുഹുദും തികഞ്ഞ പണ്ഡിതന്മാരാലും നിഷ്കളങ്കരായ സ്വാലിഹീങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഈ ദ്വീപ്. കൽപ്പേനി ദ്വീപുകാരനും ഷെയ്ഖ് അഹമ്മദ് നക്ഷബന്ദിയുടെ സമകാലികനും വലിയുമായ അഹമ്മദ് സൂഫി ഈ നാടിനെക്കുറിച്ച് പറഞ്ഞത്, ഹജ്ജ് കൊള്ളാൻ ആഗ്രഹിക്കുന്നവർ കിൽത്താനിൽ പോയിക്കൊള്ളട്ടെ എന്നായിരുന്നു അത്രേ. ഷെയ്ഖ് മുഹമ്മദ് കാസിം തങ്ങളുടെ പൗത്രന്മാരുടെ കാലഘട്ടം മുതൽ കവരത്തിയിലെ സാദാത്യങ്ങൾ കിതാബ് ഓതാനും മതപരമായ മറ്റു കാര്യങ്ങൾ പരിശീലിക്കാനും ഈ ദ്വീപിൽ വരുന്നത് പതിവാക്കിയതും ഇക്കാരണത്താലായിരുന്നു. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത്, കേരളത്തിന് പടിഞ്ഞാറ്, മാലിദ്വീപുകൾക്ക് വടക്കായി അറബിക്കടലിലാണ് ലക്ഷദ്വീപിൽ ഉൾപ്പെടുന്ന ഈ പവിഴപ്പുറ്റ് ദ്വീപ് കിൽത്താൻ നിലകൊള്ളുന്നത്. 100% ജനങ്ങളും ഇസ്ലാം മത വിശ്വാസികളാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന 36 ദ്വീപുകളുടെ സമൂഹമാണല്ലോ ലക്ഷദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. ലക്ഷദ്വീപിൽ ഏറ്റവും വടക്ക് പടിഞ്ഞാറായി മംഗലാപുരത്തിനോടടുത്ത് കിടക്കുന്ന ഒരു ചെറിയ ദ്വീപാണ് നമ്മൾ പരിചയപ്പെട്ട ഈ കിൽത്താൻ ദ്വീപ്. ഇനി ഇൻഷാ അല്ലാഹ് ഉത്തരദ്വീപുകളിലെ മറ്റൊരു ദ്വീപായിട്ടുള്ള ചെത്തിലാത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത അധ്യായം മുതൽ വീണ്ടും കണ്ടുമുട്ടാം.